അവിടെ ബേക്കറിയല്ലേ ഉള്ള, കിച്ചൺ ഇല്ലല്ലോ. ബേക്കറിയല്ലേ ഉള്ള, കിച്ചൺ എന്ന് പറഞ്ഞാൽ 6000 പേർക്ക് ഭക്ഷണം ചെയ്തുകൊണ്ട് പോയാൽ അത് നിർത്തിവിടെ. 6000 പേർക്ക് ഭക്ഷണം അവിടെ നിന്നാണ് ഉണ്ടായിട്ടുണ്ട്. അത് നിർത്തലാക്കി. അതൊന്ന് 3 ദിവസമായി. അത് ബ്ലോക്ക് ചെയ്താൽ പോരെ. ഗോഡൌണിൽ നിന്ന് പൂട്ടിയത്. നിങ്ങൾ പറയണ മാത്രം കേട്ടോണ്ടിരുന്നാ മതിയാ. സംവിധാനം എന്താണെന്ന് നോക്കിയതിന് ശേഷം ബേക്കറി പ്രവർത്തിക്കണോ ഗോഡൌൺ പ്രവർത്തിക്കണോ എന്നൊക്കെ നാട്ടുകാരുടെ എതിർപ്പ് വെച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ നിങ്ങൾ യൂണിയൻകാർ മാത്രം ഒരു സൈഡ് ഇത്ര നാട്ടുകാർ വെളിയിൽ നിൽക്കുമ്പോൾ ഞാൻ എന്ത് തീരുമാനം എടുക്കണം? എനിക്ക് നാട്ടുകാരോടൊപ്പം നിൽക്കാൻ പറ്റുള്ളൂ. ഗോഡൌൺ ഞങ്ങൾ പൂട്ടിയില്ലല്ലോ. ഗോഡൌൺ പൂട്ടിയില്ലല്ലോ. ഗോഡൌൺ പൂട്ടിയില്ല. ഞാൻ താക്കോലിട്ട് പൂട്ടിയത് കണ്ട. എന്ത് പ്രതിഷേധമായാലും കൗൺസിലർ, എന്ത് പ്രതിഷേധമായാലും ഗോഡൌണും അതുമായിട്ട് ബന്ധമില്ല. കൗൺസിലർ പറഞ്ഞെങ്കിൽ പൂട്ടിക്കോ. നിങ്ങളുടെ അമർഷം ഞങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ അമർഷം മനസ്സിലാവും. നിങ്ങളെ അമർഷം മനസ്സിലാവും. നിങ്ങൾ ഞാൻ പറയുന്നത് കേക്ക്. ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഇവിടെ വന്ന് താക്കീത് കൊടുത്തു, മേലിൽ ഇത് പ്രവർത്തിക്കരുത്, നിങ്ങൾ ഈ ദുരിതം ഞങ്ങൾക്ക് റോഡിൽ പോകാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ പറയും. അത് നിങ്ങളുടെ ഇഷ്ടം. അത് നിങ്ങളുടെ ഇഷ്ടം. കിച്ചൻ പൂട്ടിയിട്ട് പറയട്ടെ, അവരും പറയട്ടെ. കൗൺസിലർ കിച്ചൻ പൂട്ടി ഒരു പണി തുടങ്ങി. ഞാൻ പറഞ്ഞ കേക്ക് നിങ്ങള് അതവിടെ കൗൺസിലർ കിച്ചൻ നിങ്ങൾ പൂട്ടിക്കോളി, ന്യായം. അതിന് പരിഹാരം ഉണ്ടാക്കാം. ഗോഡൌൺ പൂട്ടിയത് ശരിയായില്ല. അതാണ് എന്റെ അഭിപ്രായം. ഒരു വിഷയം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ പറഞ്ഞോട്ടെ, എല്ലാവർക്കും മറുപടി തരേണ്ട ആവശ്യം എനിക്കില്ല. യൂണിയൻ നേതാവ് എന്നുള്ള നിലയ്ക്ക് നിങ്ങളെടുത്ത് പറയാം. ഞങ്ങൾ കിച്ചൺ മാത്രമേ പൂട്ടുന്നുള്ളൂ. നിങ്ങൾ പറയട്ടെ, ഗോഡൌൺ പൂട്ടാൻ പറഞ്ഞില്ല. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്ത് തീരുമാനം എടുക്കണം? ഗോഡൌൺ പൂട്ടാനല്ലല്ലോ നമ്മൾ വന്നത്. പൂട്ടാൻ പറഞ്ഞ എന്താണ്? ഇവിടെ ദുരിതം ഉണ്ടാക്കുന്ന എന്ത് സ്ഥാപനമാണ്? ദുരിതം. ഞാൻ പറഞ്ഞോട്ടെ, 3 ദിവസമായി അവർ വേസ്റ്റ് വെളിയിലിട്ടേക്കുന്നു. വന്നാൽ ഞാൻ തെളിവ് തരാം. അവരെ വേസ്റ്റ് നഗരസഭയിലല്ല കൊടുക്കുന്നത്. നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അല്ലെന്ന് നഗരസഭ. നിങ്ങൾ എന്തിനാണ് ഇത്ര രോഷം കൊള്ളണം? എന്തിനാണ്? ഞാൻ ചോദിക്കട്ടെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഞങ്ങള് പ്രശ്നം ഉണ്ടാക്കിയില്ല. നാട്ടുകാർക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ ജനപ്രതിനിധി ഇടപെടും. നിങ്ങളെ ഗോഡൌൺ ഞാൻ പറയട്ടെ, എന്തിനാണ് ഇങ്ങനെ രോഷങ്ങളോട്? എന്തിനാണ്? ഞാനൊരു ജനപ്രതിനിധിയല്ലേ? ഞാൻ നിങ്ങളുടെ കൗൺസിലർ അല്ലേ? ഞാൻ നിങ്ങളുടെ കൗൺസിലർ അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞ കേക്ക്. ആര് പൂട്ടരുത്? ഞാൻ പറയട്ടെ, ഞാൻ പറയണ നിങ്ങളൊന്ന് കേക്ക്. ഒരു തെറ്റിദ്ധാരണ പറഞ്ഞു ചെയ്താ. അവര് കിച്ചൺ മാത്രമാണ് കൂട്ടാൻ പറഞ്ഞത്, ഗോഡൌൺ കൂട്ടാൻ പറഞ്ഞില്ല. നമ്മളൊക്കെ തൊഴിലാളികളല്ലേ? എന്നിട്ട് ഇവിടെ വന്ന് ഞങ്ങളെല്ലാം പോയി. നമ്മളൊക്കെ തൊഴിലാളികളല്ലേ? എവിടെ ഉണ്ടായിരുന്നു? ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ കേക്ക്. ഇത് ചാനലാണ്, ലൈവായിട്ട് പോകുന്ന സംഭവമാണ്. നിങ്ങൾക്ക് ഷോ കാണിക്കാനും എനിക്ക് ഷോ കാണിക്കാനുള്ള വേദി അല്ല ഇത്. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ കുറെ മാസങ്ങളായിട്ട് ഈ പ്രശ്നമുള്ള നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം എന്നുള്ളതാണ്. ഈ നമ്മളാരും ഈ പരിസരത്ത് താമസിക്കുന്നവരല്ല. നമ്മളാരും പറയട്ടെ, ഈ പരിസരത്ത് ദുരിതം അനുഭവിക്കുന്നവരല്ല. ഈ നിൽക്കുന്ന ജനങ്ങളാണ് ഇതിന്റെ ദുരിതം അനുഭവിക്കുന്നത്. നമ്മൾ വന്ന് കണ്ടുപോകുന്ന ഭാഗമേൾ ഞാൻ പറഞ്ഞു ചെയ്യുന്നത് നിങ്ങൾക്ക് പറയാം. അപ്പൊ നമ്മൾ ഇവരോട് പറഞ്ഞത് ഒരു 6 മാസത്തെ സമയം തരും, നിങ്ങൾ ഇത് ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യുക. കാരണം ജനങ്ങൾ തിങ്ങി പാർക്കുന്നതിന് ആൾക്കാർക്ക് രോഗമാണ്, അപ്പുറത്തൊരു ക്യാൻസർ പേഷ്യന്റ് ഉണ്ട്. ഈ ദുരിതം എല്ലാം പറഞ്ഞപ്പോൾ അവർ നമ്മളോട് പറഞ്ഞത്, മാഡം ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്യാം. അവർ ഉറപ്പ് തന്നിട്ടുണ്ട്, രാമേന്ദ്രക്കാർ ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്യാം, ഞങ്ങൾ സ്ഥലം നോക്കി വെമ്പായി തരുന്നുണ്ട്, കൊണ്ടുപോകാന്ന് പറഞ്ഞു. അതിന് അപ്പോഴും തന്നെ പറഞ്ഞു ഇതിനൊരു സംവിധാനം, ഈ വേസ്റ്റ് 11 മാസം വേസ്റ്റ് വെള്ളം പോകേണ്ട ഒരു പരിഹാരം കാണുമെന്ന് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് കാണിച്ചത്. ഞങ്ങൾ അത് ഇങ്ങോട്ട് ഡൈല്യൂട്ട് ചെയ്ത് വെള്ളം മൊത്തം കേൾക്കണം, ഡൈല്യൂട്ട് ചെയ്ത് വെള്ളം ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് മാഡം. തൽക്കാലം അതിനൊരു പരിഹാരമായിട്ടുണ്ട്, ഞങ്ങൾ എന്നാലും ഷിഫ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അത് മുന്നോട്ട് പോകുന്ന വഴിക്കാണ് കഴിഞ്ഞ മാസം വീണ്ടും ഈ ദുരിതം നാറ്റം കൊണ്ട് മഴ പെയ്തപ്പോൾ ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റാത്തൊരു സ്ഥിതി ഉണ്ടാകുന്നത്. അന്ന് ഞാൻ ഇവിടെ വന്ന് ഇവരോട് പറഞ്ഞു ഇത് പ്രശ്നമാണ്, നിങ്ങൾ പെട്ടെന്ന് മാറ്റണം. ഒരാഴ്ചത്തെ സമയം ചോദിച്ചു.
എന്തിനാണെന്ന് പറയുമ്പോൾ ഗോഡൌണിലൊന്നും ഞാൻ കളിക്കാനല്ല. ഈ ഫുഡ് ഉണ്ടാക്കുന്ന രാമചന്ദ്രയിലെ സ്റ്റാഫുകൾക്ക് ഉണ്ടാക്കുന്ന ഫുഡ് ഇവിടെ ഇനി ഉണ്ടാക്കാൻ പാടില്ല. സാമ്പാറും ചോറും തോരനൊന്നും ഇവിടെ ഉണ്ടാക്കാൻ പറ്റില്ല. അത് പറയുമ്പോൾ എൻ്റെ കൂടെ ഹെൽത്ത് ഇൻസ്പെക്ടർ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഉടനെ മാറ്റാമെന്ന് പറയുന്നു. കഴിഞ്ഞ 3 ദിവസങ്ങൾക്ക് മുമ്പേ രാത്രി ഒരു കോൾ വരുന്നു. ഇവിടെ ഉണ്ടല്ലോ, ബത്തഹൊക്കെ ഉണ്ടല്ലോ, ഒരു കോൾ വരും. ഞാൻ ചോദിച്ചു അവിടെ ആരൊക്കെ ഉണ്ട്? അത് ഇന്ന ആൾക്കാരുണ്ട്, നിയാസുണ്ട്, നിയാസാവിന്റെ നമ്പർ എൻ്റെ ഇല്ല, ഫത്തഹക്കാരുണ്ട്. ഞാൻ വിളിച്ചിട്ട് എന്താണ് അവിടെ വിഷയം എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് കിടക്കാൻ വേ. ശരി, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കും. നാളെ ഞാൻ വട്ടെന്ന് പറയുമ്പോൾ ഇവിടെ പൂട്ടിയതോ താക്കോലെടുത്തോണ്ടോ ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ നാളെ വന്ന് സംസാരിക്കുന്നത്. ഞാൻ നാളെ ഇവിടെ വരുമ്പോൾ പിറ്റേന്ന് വരുമ്പോൾ ഇവിടെ ഒരു കുഴപ്പമില്ലാതെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇവരോട് സംസാരിച്ച് ഒതുക്കിയതായിരിക്കും. ഇന്ന് രാവിലെ തന്നെ അറിയുന്നത്. അപ്പം ഞാൻ ഇവരോട് പറഞ്ഞു, അവിടെ പ്രശ്നം ഉണ്ടായപ്പോൾ രാമചന്ദ്രൻ മാനേജർ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അത് മാഡം ഇനി ഫുഡ് ഉണ്ടാക്കത്തില്ല. എൻ്റെ അടുത്ത് പറഞ്ഞ വാക്കാണ് ഞാൻ പറഞ്ഞത്. ഇനി ഇവിടെ ഫുഡ് ഉണ്ടാക്കത്തില്ല. ശരി, ഗോഡൌണായിട്ട് പ്രവർത്തിച്ചിട്ട് കുറേ തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. എൻ്റെ നാട്ടിൽ കുറേ പെണ്ണുങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് കിച്ചണിൽ. ആ പെണ്ണുങ്ങളുടെ ജോലി പോണത് കൊണ്ടുള്ള വിഷമം കൊണ്ടല്ല, പൂട്ടിയേ പറ്റുള്ളൂ. ജനങ്ങളാണ് എനിക്ക് വലുത്. ഇവിടെ ഈ പരിസരത്ത് ആകെയുള്ള ബുദ്ധിമുട്ട് മാറാൻ വേണ്ടിയിട്ട് മാറ്റണമെന്ന് പറഞ്ഞു. ഓക്കെ പറഞ്ഞു, 7 ദിവസം മാറ്റാമെന്ന് പറഞ്ഞു. മിനിങ്ങാൻ ഇവിടെ പ്രശ്നം ഉണ്ടായപ്പോൾ നമ്മൾ ഇനി ആ 7 ദിവസം കാത്തിരിക്കാൻ പറ്റില്ല, നിങ്ങൾ അവിടെ ഫുഡ് ഉണ്ടാക്കില്ല. അപ്പോൾ എനിക്ക് തന്ന വാക്കെന്ന് പറഞ്ഞാൽ ഇനി ഫുഡ് ഉണ്ടാക്കിയില്ല. അത് ബേക്കറി ഉൾപ്പെടെ ആ ഫുഡിൽ ഉണ്ടാക്കിയില്ല. ശരി, ഓക്കെ. ഞാൻ അപ്പോൾ അവരോടെല്ലാം പറഞ്ഞു ഇനി ഉണ്ടാക്കില്ല, നിങ്ങൾ ആരും ബഹളം ഉണ്ടാക്കരുത്. അവർ ഗോഡൌൺ പ്രവർത്തിച്ചോട്ടെ. നിങ്ങളെ തൊഴിലാളി സജീർ സാവിനോട് പറഞ്ഞു ഇങ്ങനെ തന്നെയാണ്, ഗോഡൌണിൽ ഞങ്ങൾ കൈ വെക്കുന്നില്ല, ഗോഡൌൺ അവിടെ പ്രവർത്തിക്കും. ഗോഡൌണിനാണ് നിങ്ങൾക്ക് ഉപജീവനം, അല്ലാതെ ബേക്കറിയും കിച്ചണും അല്ല. പറഞ്ഞോട്ടെ, നിങ്ങൾക്കല്ല, പറഞ്ഞോട്ടെ. അപ്പൊ അതിനപ്പുറം ഇപ്പൊ ഇവിടെ വന്ന് ഇത്രയും വിഷയം ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഇതിനകത്ത് കയറാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ? കിച്ചൺ പൂട്ടാനാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ഗോഡൌൺ പൂട്ടേണ്ട അധികാരം ഇല്ല. എന്നെ ഇപ്പൊ ചാനലുകാർ വിളിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത്. അതിന് മുമ്പ് നടന്ന സംഭവങ്ങളൊന്നും അറിയില്ല. എനിക്കറിയില്ല എന്താ. ഇവിടെ ഞങ്ങൾ രാവിലെ വിളിച്ച് ജോലിക്കെന്ന് പറഞ്ഞ് ഞങ്ങൾ വരുന്ന സമയത്ത് കുറച്ച് പേരും ക്യാമറമാനൊക്കെ ഉണ്ടായിരുന്നു. അവരങ്ങ് പോയി. ഇവിടെ ഒന്നും വെച്ച് ക്യാമറ അവർ പരിശോധിച്ചാൽ തന്നെ അറിയാം. ഇവിടെ ഒന്നും വെച്ച് തടയൊന്നും ചെയ്തില്ല. ഞാൻ കണക്കില്ല, അങ്ങ് അകത്ത് പോയി. പിന്നെയും കയറി വരുന്നതോടെ ഞങ്ങൾ ചോദിച്ചത് നിങ്ങൾ പറഞ്ഞതനുസരിച്ച് അവർ പണി തുടങ്ങി, കിച്ചൺ നിർത്തിയിട്ടുണ്ട്, പണി തുടങ്ങി. ഇനിയിപ്പോൾ ഈ ക്യാമറയൊക്കെ വിളിച്ച് ഷോ കാണിക്കേണ്ടതാണ്. എന്നിട്ട് ഗുണ്ടായിസം എന്ന് പറയും. ഞാൻ പറഞ്ഞു ഗുണ്ടായിസോണെങ്കിൽ നടക്കൂല എന്ന് പറയും. അപ്പോഴാണ് തടയിലും ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതെ, ഗുണ്ടായിസം എന്ന് പറഞ്ഞു. ഗുണ്ടായിസം അല്ല, മാന്യമായി നിനക്ക് എന്ത് പറയാനുണ്ട്? ഗുണ്ടായിസാണ്. ഗുണ്ടായിസം നിനക്ക് ചെയ്യാൻ പറ്റും, തടയാൻ പറ്റും. നിനക്ക് ഇത് ഗുണ്ടായിസം തടയാൻ പറ്റൂടാ? പറ്റൂല.